ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പൈസ ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ മെത്തേഡ് വഴി നമുക്ക് പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും? സോ ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന 3 വഴികളാണ്. സോ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 3 മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു 3 മെത്തേഡ് നിങ്ങൾ ഒരേ ടൈമിൽ ട്രൈ ചെയ്യാതെ ഏതെങ്കിലും ഒന്നിലായി രണ്ടെണ്ണത്തിൽ, അതായത് ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും, അതായത് പ്ലാൻ എയും പ്ലാൻ ബി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് 2 മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ 3ഉം ഒറ്റടി കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒന്നില്ലെങ്കിൽ 1 കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു സമയം അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഒന്ന് പോയാലും നിങ്ങൾക്ക് മറ്റൊന്ന് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പറ്റും. സോ ഒരു 3 മെത്തേഡും ആർക്ക് വേണം ട്രൈ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, സ്റ്റുഡന്റ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ. കാരണം ഇപ്പൊ നിങ്ങൾക്ക് 2 മാസത്തെ വെക്കേഷനായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന 3 ബിസിനസ് മോഡലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വീട്ടിൽ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾ ഡൗട്ടുകളൊക്കെ കമന്റിൽ ചോദിക്കാണ്ട് മറക്കണ്ട. അതുപോലെ നമ്മൾ ഫ്രീ ആയിട്ട് മെന്റർഷിപ്പ് ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചാനലിന്റെ ബയോ ചെക്ക് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ സബ്സ്ക്രൈബറിന്റെ അടുത്ത് അതുപോലെ ഇന്റർനെറ്റ് ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താണ് ഏർണിങ്സ് റേറ്റ് ആക്കാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ പറഞ്ഞത് എന്താണ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഏർണിങ്സ് പോസിബിൾ ആണോ എന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഒരുപാട് ഫ്രണ്ട്സിന് ഈ ഒരു മെത്തേഡ് എന്താണ് അതൊന്നും അറിയൂടാ. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവാണ്. അപ്പൊ ജസ്റ്റ് വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ. നമ്മളെ കൊണ്ട് അതായത് പറഞ്ഞ് തീരുന്ന എത്ര നമ്മൾ പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും. അത് എത്ര മിനിറ്റ് എടുക്കുമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇതിനെ കുറച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിരിക്കും. അതായത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ജെന്യൂൻ ആയിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, സോ ഒന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. സോ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് ഇതുപോലെ ഏണിംഗ് റിലേറ്റഡ്, അതുപോലെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തുകൊണ്ടും, അതുപോലെ എന്താണ് മറ്റ് ആപ്ലിക്കേഷൻ അല്ല നമ്മുടെ ജെന്യൂൻ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ചില്ലറ 1K സബ്സ്ക്രൈബേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഏർണിങ്സ് പോസിബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഒരുപാട് ഫ്രണ്ട്സ് ഡൗട്ടാണ്, ഇത് എന്താണ് പോസിബിൾ ആണോ അല്ലേ നിങ്ങൾക്ക് ഡൗട്ടും കളൊക്കെയാണ്. സോ എന്താണ് 100% പോസിബിൾ, 100 അല്ല 1000% പോസിബിൾ കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, സോ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഒരുപാട് മെത്തേഡ് യൂസ് ചെയ്ത് മണി ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് കണ്ടു കാണും. സോ അവരൊക്കെ ഇങ്ങനെ ക്യാഷ് ഏൺ ചെയ്ത് അവർക്ക് പ്രൊമോഷൻസ് കിട്ടും, അങ്ങനെ പല സംഭവം കിട്ടും. പക്ഷെ നമുക്ക് എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. നമ്മൾ ചിലപ്പം ഒരു മൊബൈൽ ഫോൺ മാത്രമേ കയ്യിൽ കാണുള്ളൂ. സോ പൈസ ചിലപ്പോൾ കാണില്ല. ബട്ട് എങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും? സോ അതാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോകുന്നത്, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ്, ഇത് 100% പോസിബിൾ ആണ്. ബട്ട് 90% ആളുകൾക്കും റോങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതായത് അവർക്ക് ഈ ഒരു മെത്തേഡ് അറിഞ്ഞുകൂടാ. അവർക്ക് അറിയാമെങ്കിൽ മാത്രമേ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ്, യെസ്, നമുക്ക് 100% പോസിബിൾ ആയിട്ട് പറയാൻ പറ്റും. ബട്ട് 90% ആൾക്കാർക്ക് മാത്രം അറിഞ്ഞുകൂടാ. അവർ റോങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവർക്ക് എന്താണ് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, സോ അത് നിങ്ങൾ എന്താണ് ഓർക്കുക. നമുക്ക് ഉറപ്പായിട്ടും ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും ഏൺ ചെയ്യാൻ പറ്റണമെന്നില്ല. ഓക്കെ, അത് പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഞാൻ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും, എല്ലാ സംഭവം പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന 3 വഴികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞായിട്ട് പോകുന്നത്. 3 വഴികൾ മാത്രമല്ല, ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് 3 വഴികൾ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ. ഓക്കെ, സോ ആ 3 വഴികളും ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ക്ലിയർ ആയിട്ട് ഈ 3 വഴികൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഫസ്റ്റ് മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. സെക്കൻഡ് മെത്തേഡ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്. തേർഡ് മെത്തേഡ് പെയ്ഡ് പ്രൊമോഷൻ സർവീസസ് ആണ്. സോ ഒരു തേർഡ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളിപ്പം ഇതിൽ 2 കോൺസെൻട്രേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തേർഡ് മെത്തേഡ് സിമ്പിൾ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ മെത്തേഡ് 1ലേക്ക് കിടക്കാം. മെത്തേഡ് 1 ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ജസ്റ്റ് ഒരു ഫോൺ മാത്രം യൂസ് ചെയ്ത് പ്രോഡക്റ്റ് നമുക്ക് വേണ്ട. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് മീഷോയിലോ അല്ലെങ്കിൽ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ഏതെങ്കിലും ജോയിൻ ചെയ്താൽ മതി. അതായത് ഇപ്പം ഇഷ്ടംപോലെ അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ടല്ലോ. ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മീഷോ ഉണ്ട്, മിന്ത്ര ഉണ്ട്, ഒരുപാടകം അഫിലിയേറ്റ് പ്രോഗ്രാം ഉണ്ട്. ജസ്റ്റ് അതിനകത്ത് ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് മസ്റ്റ് ആണ്. കാരണം അഫിലിയേറ്റ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. ഓക്കെ, സോ അത് ജോയിൻ ചെയ്തതിനു ശേഷം നമുക്ക് എന്താണ് ആ ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ എടുക്കുക. ഓക്കെ, ആ ഒരു പ്രോഡക്റ്റ് ലിങ്ക് എടുക്കുക. അതിനുശേഷം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുക, പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇത്ര മാത്രമേ ഉള്ളൂ. പ്രോപ്പർ സ്ട്രാറ്റജി യൂസ് ചെയ്യുക, പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താണ് വൈറലാകുന്നതുകൊണ്ട് ക്യാഷ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഫസ്റ്റ് മെത്തേഡ് ആണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് മീൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു
പ്രോഡക്റ്റ് ഓക്കെ, അതായത് ഇപ്പം എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ആമസോണിന്റെ പ്രോഡക്റ്റ് നമ്മളെടുത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ലിങ്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അതായത് സാധാ ലിങ്ക് നമ്മൾ ഷെയർ ചെയ്താൽ നമുക്ക് എന്താണ് ഉറപ്പായിട്ടും ക്യാഷ് കിട്ടാണ്ട് പോകുന്നില്ല. സോ നമ്മൾ അഫിലിയേറ്റ് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുമ്പോഴേക്ക് നമുക്ക് എന്താണ് അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. സോ അഫിലിയേറ്റ് ലിങ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സോഷ്യൽ മീഡിയ യൂസ്, അതായത് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് നമ്മൾ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ നമുക്ക് കമ്മീഷൻ കിട്ടും. സോ അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഫസ്റ്റ് മെത്തേഡ് വെച്ച് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് അഫിലിയേറ്റ് മാർക്കറ്റിന്റെ പ്രത്യേകിച്ച് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല, പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഇല്ല, പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് നിങ്ങൾ അപ്പോഴും ഓർത്ത് വയ്ക്കുക. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുക, അതിനുശേഷം എന്താണ് ആ ലിങ്ക് എടുക്കുക, അതിനുശേഷം എന്താണ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുക, പ്രോഡക്റ്റിനെ കുറിച്ച് പ്രൊമോട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ആ വീഡിയോ എത്രമാത്രം വൈറലാവും അത്രയും മാത്രം നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓർഡർ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളുടെ പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണ് അത്രമാത്രം നിങ്ങൾക്ക് ഓർഡർ കിട്ടും. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. സോ നമ്മുടെ രണ്ടാമത്തെ പ്രോഡക്റ്റ്, അതായത് രണ്ടാമത്തെ മെത്തേഡാണ് ഡിജിറ്റൽ പ്രോഡക്ട്സ് അല്ലേ. ഓക്കെ, 2026 ഓക്കെ നിങ്ങൾ നോക്കി നോക്കിയാൽ 2026 ഇനി അങ്ങോട്ട് പോകുന്തോറും, അതായത് 2027, 28, 30 ഓക്കെ ഇനി അങ്ങോട്ട് പോകുമ്പോഴും ഇപ്പൊ ആൾക്കാർ വിചാരിക്കുന്നത് അഡ്വാൻസ് രീതിയിൽ മണി ഏൺ ചെയ്യാനാണ്. അതായത് വീട്ടിൽ ഇരുന്നായിക്കോട്ടെ സിമ്പിൾ മെത്തേഡ്, ഓക്കെ മേലെ ഇറങ്ങാതെ സിമ്പിൾ മെത്തേഡ് യൂസ് ചെയ്ത് എനിക്ക് പൈസ ഏൺ ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഇനി അങ്ങോട്ട് എല്ലാവർക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾ ഈ ഡിജിറ്റൽ പ്രോഡക്റ്റ് ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഏൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം നോക്കിയാൽ ഒരുപാട് ഫോറിനേഴ്സ് കാണാം. അവർ മലയാളീസ് ആയിക്കോട്ടെ ഫോറിനേഴ്സ് ആയിക്കോട്ടെ, ഞാൻ പറയുന്നത് ഫോറിനേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സംഭവം ചെയ്യുന്നത്. അവർക്ക് പ്രോപ്പറായിട്ട് മെത്തേഡ് അറിയാം. ഓക്കെ, സോ ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് ഞാൻ ഫ്രീ ആയിട്ട് തരാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഡിജിറ്റൽ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ ഒക്കെ ആണെങ്കിൽ ഈ ബുക്ക് ഓക്കെ ഇതൊരു ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്, എഡിറ്റിംഗ് ബണ്ടിൽ ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്, കോഴ്സസ് ഡിജിറ്റൽ പ്രോഡക്റ്റ് ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഏതെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ഒരു കോഴ്സ്, ഓക്കെ നിങ്ങൾ കോഴ്സ് എടുക്കുക. സോ കോഴ്സ് എടുക്കുക. ആ ഒരു കോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു പ്രോബ്ലം സോൾവിങ് കോഴ്സ് ആയിരിക്കണം. ഇപ്പൊ എനിക്ക് എന്താണ് എനിക്ക് അത്യാവശ്യം എഡിറ്റിംഗ് അറിയാം. അപ്പൊ എഡിറ്റിങ്ങിനെ പറ്റി ഞാൻ ഒരു കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. ഓക്കെ, സോ ആ കോഴ്സിന്റെ പ്രൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 rupees ആണ്. ഞാൻ നേരെ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു എഡിറ്റിംഗ് വേണ്ടി ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ വീഡിയോ എത്രമാത്രം റീച്ച് ആവും അത്രമാത്രം എനിക്ക് എന്താണ് ക്യാഷ് ഉള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഞാൻ കമന്റ് ഓട്ടോമേഷൻ ചെയ്തിട്ടുണ്ട്. കമന്റ് ഓട്ടോമേഷൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന വേർഡ് കമന്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കലി DM വരും. അതായത് ഇപ്പൊ ഈ എന്റെ എഡിറ്റിംഗ് കോഴ്സ് വേണ്ടവർ എഡിറ്റ് കമന്റ് ചെയ്താൽ എന്താണ് ഈ ഒരു എഡിറ്റിംഗ് കോഴ്സ് ഡയറക്റ്റ് എഡിറ്റിംഗ് കോഴ്സിന്റെ ലിങ്ക് ഡയറക്റ്റ് DM പോകും. അപ്പൊ ആവശ്യമുള്ളവർ പർച്ചേസ് ചെയ്താൽ മതി. അതിനർത്ഥം എനിക്ക് എന്താണ് ഉറങ്ങുമ്പോൾ എനിക്ക് ക്യാഷ് കിട്ടുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ എന്റെ എഡിറ്റിംഗ് കോഴ്സും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ പ്രൊമോട്ട് ചെയ്ത റീല് വൈറലാവുന്നുണ്ട്. ഓക്കെ, സോ വൈറലാകുമ്പോൾ എന്താ നമുക്ക് ഓട്ടോമാറ്റിക് കമന്റ് വരും. ഇപ്പൊ ഞാൻ ഇന്ന വേർഡ് കമന്റ് ചെയ്യാൻ പറയും. ഇപ്പൊ ഞാൻ ലിങ്ക് എന്ന് കമന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എഡിറ്റിംഗ് കോഴ്സ് ലിങ്ക് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താ DM പോകുന്നതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് മാനുവലായിട്ട് ചെയ്യേണ്ടത്, അതായത് ഇന്ന വേർഡ് കമന്റ് ഇടാൻ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ലിങ്ക് എന്താണ് അവർക്ക് DM സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം അടിപൊളിയാണോ അത്രമാത്രം ആൾക്കാർ വാങ്ങാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ അതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ വേണം പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട്. വെള്ള പ്രോഡക്റ്റ് സെല്ലാകരുത്, കോപ്പിറൈറ്റ് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും എന്താണ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രാവശ്യം ഇത് ക്രിയേറ്റ് ചെയ്താൽ മതി, നമുക്ക് ഇഷ്ടം പോലെ സെല്ലാക്കാൻ പറ്റും. അതാണ് ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ ഒരു അഡ്വാൻറ്റേജ്. നമ്മൾ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ആക്കുന്നുണ്ട്, അത് നമുക്ക് ഇഷ്ടം പോലെ സെല്ലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫോണിൽ തന്നെ ഈ പ്രൊഡക്റ്റ് കിടക്കും. ഓക്കെ, അത് നമുക്ക് ഇഷ്ടം പോലെ സെല്ലാക്കാൻ പറ്റും. അത് നിങ്ങൾ എപ്പോഴും ഓർക്കുക. നമ്മൾ ഏതെങ്കിലും ഈ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ആക്കിയാൽ മതി, അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെല് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക. പിന്നെ വേറെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ എന്താണ് ഒരു എഡിറ്റിംഗ് കോഴ്സ് ഇറക്കി. എഡിറ്റിംഗ് കോഴ്സിന്റെ പ്രൈസ് 49 രൂപയാണ്. 49 രൂപ വെച്ച് ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രൊമോട്ട് ചെയ്തത് 49 പ്രൈസ് ആക്കി. ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഞാൻ റീലൊക്കെ അപ്ലോഡ് പ്രൊമോട്ട് ആക്കുമ്പോൾ എക്സാമ്പിൾ റീൽ വൈറലായി കഴിഞ്ഞാൽ ഞാൻ ഈ 49 രൂപയാണ് ഉള്ളി ചാർജ് ആക്കിയിട്ടുള്ളത്. ഓർക്കുക, 50 രൂപ അല്ലെങ്കിൽ 100 രൂപ പോലും തികച്ചിട്ടില്ല ഞാൻ. ഓക്കെ, 100 രൂപ ഞാൻ തികച്ചിട്ടില്ല. ഇപ്പൊ ഈ ഒരു റീൽ വൈറലാക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എനിക്ക് എന്താണ് ഒരു 10 സെയിലും കിട്ടും. 10 സെയിലാകുമ്പോൾ എനിക്ക് എത്രയാണ് ഒരു ദിവസം 49, അതായത് 500 രൂപ അടുത്തായി, അതായത് 490 രൂപ അടുത്തായി. ഓക്കെ, 490 രൂപ നമുക്ക് റൗണ്ട് ആക്കുമ്പോൾ 500 രൂപ ആയി. ഓക്കെ, സോ അതെനിക്ക് ജനറേറ്റ് ആക്കാൻ പറ്റുന്നുണ്ട്. അതാണ് നമ്മുടെ പ്രോഡക്റ്റ് എത്രമാത്രം വാല്യൂ ആണ്, അത് എത്രമാത്രം ഞാൻ വില കുറച്ചിട്ടുണ്ട്, അപ്പൊ അത്രമാത്രം എനിക്ക് സെയിൽ ജനറേറ്റ് ആക്കാൻ പറ്റും. സോ അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇതിന്റെ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഡിജിറ്റൽ പ്രൊഡക്ഷനിന്റെ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാനൊക്കെ അതായത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ചെയ്യാനായിട്ട് ഡൗട്ട് ചോദിച്ചാൽ മതി. അല്ല നിങ്ങൾക്ക് ഇതിന്റെ പേഴ്സണൽ സപ്പോർട്ട് വേണം, നിങ്ങൾക്ക് സെല്ലുള്ള പ്രോഡക്റ്റ് വേണം,
2 months ഗ്യാരണ്ടിയോട് കൂടി നിങ്ങൾക്ക് എന്താണ് ഏർണിങ്സ് ആയിട്ട് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യുന്നുണ്ട്. സോ എൻ്റെ ഐ ഡി ഞാൻ ടെലഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചാനൽ ബയോയിൽ കൊടുത്തേക്കാം. ജസ്റ്റ് അവിടെ എനിക്ക് ഒന്ന് ഡിജിറ്റൽ എന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. നമ്മുടെ കോഴ്സിന്റെ ഫീ വരുന്നത്, അതായത് പ്രോഗ്രാമിന്റെ ഫീ വരുന്നത് 199 രൂപയാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ 2 months ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏർണിങ്സ് ആയിട്ട് ആക്കാൻ പറ്റും. സോ ഇതിനകത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് പ്രോപ്പറായിട്ട് ഏൺ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നീഷ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, നിങ്ങൾക്ക് സെല്ലാകുന്ന പ്രോഡക്റ്റ് നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, സോ താല്പര്യ ഫ്രണ്ട്സ് ആണെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, എൻ്റെ ഐ ഡി ഞാൻ ടെലഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ബയോയിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അവിടെ ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രം മതി. എന്ന് നിങ്ങൾക്ക് എന്താണ് കോഴ്സ് ആക്സസ് ചെയ്യാനുള്ള ബാക്കി ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ലാസ്റ്റ് മെത്തേഡിലേക്ക് നമുക്ക് പോവാം. സോ ലാസ്റ്റ് മെത്തേഡാണ് ഞാൻ പറഞ്ഞല്ലോ, എന്താണ് സർവീസസ് പ്രൊമോഷൻസ്. ഓക്കെ, സോ പേജ് പ്രൊമോഷൻ, ഷൗട്ട് ഔട്ട്, എഡിറ്റിംഗ് സർവീസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ എഡിറ്റിംഗ് സർവീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡിഫറെന്റ് ആണ്. ഈ എന്താണ് പെയ്ഡ് പ്രൊമോഷനും നമ്മുടെ ഷൗട്ട് ഔട്ടൊക്കെ ഒഴിച്ച് നിർത്തുകയാണെങ്കിൽ നമ്മുടെ എഡിറ്റിംഗ് സർവീസസ് വളരെ വ്യത്യാസമാണ്. കാരണം നിങ്ങളിപ്പോൾ ഒരു എഡിറ്ററൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ഓരോ ക്രിയേറ്റേഴ്സിന്റെ ഡി എം ചെന്നിട്ട് നിങ്ങളുടെ എഡിറ്റിംഗ് വർക്കൊക്കെ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ പെയ്ഡ് പ്രൊമോഷൻ ഷൗട്ട് ഔട്ടൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത്, അതായത് നമ്മളിപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് സ്റ്റാർട്ട് ചെയ്തു, ഡിജിറ്റൽ ബോർഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഫോളോവേഴ്സ് കയറുന്നതായിരിക്കും. സോ അങ്ങനെ നമുക്ക് ഓൾറെഡി ഈ ഒരു സംഭവം അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതായത് പെയ്ഡ് പ്രൊമോഷൻ സർവീസസ് നമുക്ക് അല്ലാതെ നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ പ്രത്യേകിച്ച് വേണ്ട ചാനലൊന്നും വേണ്ട. ഓഫ്കോഴ്സ് നമുക്ക് എന്താണ് ഒരുപാട് ഫോളോവേഴ്സ് വരുന്നതായിരിക്കും. സോ ഫോളോവേഴ്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് ഇഷ്ടം പോലെ ഇങ്ങോട്ട് പ്രൊമോഷൻസ് വരും. സോ അത് നിങ്ങൾ കീപ്പ് ചെയ്ത് നിങ്ങൾ എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യാനായിട്ട് നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, പിന്നെ എന്താണ് ഡിജിറ്റൽ പ്രോഡക്റ്റ് സെല്ലിംഗ്, പെയ്ഡ് പ്രൊമോഷൻ സർവീസസ്. സോ സർവീസ് വരെയാണെങ്കിൽ ഞാൻ പറഞ്ഞ എഡിറ്റിംഗ് ഇതാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. സോ എഡിറ്റിംഗ് നിങ്ങൾക്ക് ബണ്ടിലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഈ ബണ്ടിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്ത് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റും. ഓവറോൾ ഏകദേശം ഒരു എത്ര 1000 അസറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, SFX ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട്. ഓക്കെ, എഡിറ്റിംഗ് ബണ്ടിൽസ്, അതായത് ട്രാൻസിഷൻസ് എല്ലാ സംഭവം ഉണ്ട്, PNG എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് 49 രൂപയാണ്. ഓക്കെ, 49 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. അപ്പൊ ഇത്ര മാത്രമേ ഉള്ളൂ ഗൈസ് നമ്മുടെ ഈ ഒരു സംഭവം. ഓക്കെ, ഈ ഇൻസ്റ്റാഗ്രാം യൂസ് കൊണ്ട് ഡിജിറ്റൽ ബോർഡ് ഏൺ ചെയ്യാൻ പറ്റുന്ന സംഭവം. പിന്നെ നമുക്ക് എന്താണ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഫോളോവേഴ്സ് കൂടുമ്പോൾ തന്നെ ഇൻകം കൂടി വരും. നമുക്ക് എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. ഫോളോവേഴ്സ് കൂടുമ്പം അതുപോലെ ആ ഒരു പ്രൊമോഷൻ വീഡിയോ റീച്ച് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി നമുക്ക് എന്താണ് ഇത് കൂടി വരുന്നതായിരിക്കും. സോ പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു മെത്തേഡ്, അതായത് ഒരു മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാൻഡം കണ്ടന്റ് ഒക്കെ ഒഴിവാക്കും. ഓക്കെ, പ്രോപ്പറായിട്ട് കണ്ടന്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാൻ പറ്റും. നമ്മുടെ രണ്ടാമത്തെ മെത്തേഡ് നോക്കുകയാണെങ്കിൽ ഡെയിലി എന്താണ് റീൽസ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രോത്ത് ആവുള്ളൂ. ഇപ്പൊ നിങ്ങളൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതാണ്, ഞാൻ ഒരു പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്തു, ബട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല, ഞാൻ കറക്റ്റ് ഒരു 7 ദിവസം ഫോളോ ചെയ്ത് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യും. ബട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു റീല് വൈറൽ ആകുമ്പോൾ നിങ്ങളുടെ ചാനൽ, നിങ്ങളുടെ പേജ് റീച്ച് ആവും. സോ പേജ് റീച്ച് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി അപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ആ ഒരു ഓർഡർ കൺഫേം ആയത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ എല്ലാ സംഭവത്തിൻ്റെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് പേജിൽ ഫോളോവേഴ്സ് കയറും. സോ ഫോളോവേഴ്സ് കയറിയത് നമുക്ക് ഒരുപാട് ഉപകാരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, സോ സ്റ്റെപ്പ് 3 ഓഡിയൻസ് ബിൽഡ് ചെയ്യാം. ട്രസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് സെയിൽസ് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്ലാസ്, അതായത് ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ. ഓക്കെ, നിങ്ങൾക്ക് 100% റിയൽ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇത്രയും കണ്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ 3 ഒരേ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ 2 കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, ബാക്കപ്പ് പ്ലാൻ ആയിട്ട് A പ്ലാൻ ബി പ്ലാൻ ഒക്കെ വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ കേസ്. വീഡിയോ അതിൻ്റെ ഇപ്പോൾ സമയമായിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ട മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ഫ്രണ്ട്സ് ജസ്റ്റ് DM മെസ്സേജ് അയച്ചാൽ മാത്രമേ ഡിജിറ്റലിൽ സെൻഡ് ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ആക്സസ് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ആക്കേണ്ട മറക്കണ്ട. സോ ഇതിൽ മികച്ച അടുത്ത വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പൊ ഈ ഇത്ര മാത്രമേ വീഡിയോയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ 3 മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ 3 മെത്തേഡും ഒരേ സമയം ട്രൈ ചെയ്യാതെ തന്നെ 2 ഒക്കെ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ടും ഇതിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുന്നതായിരിക്കും. സോ നിങ്ങൾ ഇന്ന് ചെയ്ത് നാളെ ചെയ്ത് മറ്റന്നാളെ ചെയ്ത് എന്താണ് നിങ്ങൾക്ക് വർക്ക് ആയില്ല എങ്കിൽ നിങ്ങൾ നിർത്തരുത്, കൺസിഡർ പൊക്കിക്കൊണ്ടിരിക്കുക. കാരണം ഇതൊക്കെ ജെന്യൂൻ മെത്തേഡും കാര്യങ്ങളൊക്കെയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റും. ഇതൊക്കെ ലീഗലാണോ അതായത് ജെന്യൂൻ ആണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനുള്ള, അതായത് പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യും, പേഴ്സണൽ സപ്പോർട്ട് വേണം, സെല്ലുകൾ പ്രോഡക്റ്റ് വേണം, പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് എന്താണ് നമ്മുടെ
ചാനൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയഗ്രാം ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ബൈൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഡിജിറ്റൽ സെൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോഴ്സിൽ ആക്സസ് നിങ്ങളെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റിംഗ് ബണ്ടിലേക്ക് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. സോ ട്രൈ നോക്കാം. ഇതിൽ മികച്ച അടുത്തേക്ക് വീണ്ടും കാണാം. സീ യു ഗൈസ്.